വന്നിരിക്കുന്നത് ഒരു കായൽ പട്ടണം സ്പെഷ്യൽ മട്ടൻ കൈമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കൈമ നന്നായിട്ട് അരിഞ്ഞ മട്ടൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് അത് ഇട്ടു കേട്ടോ. ആവശ്യത്തിന് ഒരു പിടിയോളം ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ മുമ്പ് തന്നെ ഒരു 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ഒന്നര സവാളയും അരിഞ്ഞിട്ട് പിന്നെ ഒരു 2 ടീസ്പൂണോളം തൈരും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ഒരു 2 ടീസ്പൂണോളം ഇട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂണ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഓരോ പട്ടയും 2 കറാമ്പും ഒരു ഏലക്കായി ഇട്ടു കേട്ടോ. ഇത് വെന്തതിന് ശേഷം ഇതൊന്ന് എടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഒരു 7-8 വിസിലോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇനിയും ആവാണ്ട് വെള്ളം വറ്റാണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ പട്ട അതിൽ എടുത്തു എന്ന്, അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഇട്ടു. പിന്നെ ഒരു 2.5 ടീസ്പൂണോളം തേങ്ങ ചിരവിയതും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റണം കേട്ടോ, എന്നാലാണ് നമുക്കിത് ഷേപ്പ് വരുള്ളല്ലോ, റൗണ്ട് ഷേപ്പ് ആവുള്ളൂ. എന്നിട്ട് ഞാനിത് ഒരു റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ നമ്മുടെ കൈമ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ ചട്ടി വെച്ചിട്ട് പൊരിച്ചെടുത്തു കേട്ടോ. അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് മുങ്ങുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈമ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോനൊന്നും അങ്ങനെ സ്നാക്സ് കഴിക്കാത്ത ആളാണ്, ആൾക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം.